Dear children, Chapter 10-ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷന്റെ പാർട്ട് 1-ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എല്ലാ വർഷവും 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും ചോദിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. Following is the trial balance of Mr. Ajayan as on 31st March 2018. 2018 മാർച്ച് 31-ലെ മിസ്റ്റർ അജയന്റെ ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ട്രയൽ ബാലൻസിലെ ഐറ്റംസ് എല്ലാം വായിച്ചിട്ട് അത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ ചെയ്തു വെക്കേണ്ട കാര്യമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഫ്രൈറ്റ് എന്ന് പറയുന്നൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇതും എഴുതേണ്ടത്. നെക്സ്റ്റ് സാലറീസ് നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് അത് എഴുതേണ്ടത്. ലാൻഡ് ആൻഡ് ബിൽഡിങ് അതും അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ് അത് എഴുതേണ്ടത്. ഇൻട്രസ്റ്റ്, ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാം, പെയ്ഡ് വരാം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന്? എന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? എമൗണ്ട് കിടക്കുന്നത് ഏത് കോളത്തിലാണെന്ന് നോക്കണം. നോക്കിക്കേ, ഇവിടെ ക്രെഡിറ്റിലാണ് എമൗണ്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. കാരണം എന്താ? എല്ലാ ലയബിലിറ്റീസും ഇൻകത്തിനും ക്യാപിറ്റലിനും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ എല്ലാ എക്സ്പെൻസുകൾക്കും അസറ്റ്സിനും ഡെബിറ്റ് ബാലൻസും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, അതായത് ഇൻകം ആണ്. അപ്പോൾ ഇത് അവിടെ എഴുതണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. നെക്സ്റ്റ് റെന്റ്. അപ്പോൾ ഇതുപോലെ തന്നെ റെന്റ് പെയ്ഡ് ഉണ്ടാകാം, റിസീവ്ഡ് ഉണ്ടാകാം. എങ്ങനെയാണ് അറിയുന്നത്? എമൗണ്ട് ഏത് കോളത്തിലാണെന്ന് നോക്കണം. ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ് ഈ റെന്റ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ എവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഫർണിച്ചർ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ഇൻഷുറൻസ് ചാർജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട്. ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലാണ്. ക്യാഷ് അറ്റ് ബാങ്ക് അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാ ഐറ്റവും എവിടേക്കാണ് എഴുതേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കുക. എ ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹40,000. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 രൂപയുടെ ഉണ്ട്. നമുക്കറിയാം എവിടെയൊക്കെ എഴുതണം ഈ ക്ലോസിംഗ് സ്റ്റോക്ക്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണല്ലേ? അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കേണ്ടതുണ്ട്. ബി ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹2,000. എന്താ ഇതിൻ്റെ അർത്ഥം? 2,000 രൂപ ഇനിയും ഫ്രൈറ്റ് അല്ലെങ്കിൽ ചരക്ക് കൂലി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതായത് കൊടുക്കാൻ കിടക്കുന്നുണ്ടെന്നാണ് അല്ലേ? അതായത് ഈ വർഷത്തെ തന്നെയാണ്, കൊടുത്തിട്ടില്ല, ഇനിയും ഇത്രയും രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഫ്രൈറ്റിൻ്റെ ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ട് ട്രയൽ ബാലൻസിൽ കിടപ്പുണ്ട്. എത്രയാണ്? 24,300 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള 2,000 കൂടി എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ഈ അഡീഷണൽ ഇൻഫോർമേഷൻ്റെ നമ്പർ ബി ആണ്. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ സൈഡിലേക്ക് ബി എന്ന് കൊടുക്കുക. എല്ലാ അഡീഷണൽ ഇൻഫോർമേഷനും ഇതിൻ്റെ അകത്ത് എവിടെയാണ് വരുന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ധൃതി പിടിച്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫ്രൈറ്റ് എഴുതി ഈ അഡീഷണൽ ഇൻഫോർമേഷൻ കണ്ണിൽ പെട്ടില്ല എങ്കിൽ അവിടെ ആൻസർ തെറ്റും. അപ്പോൾ അതുകൊണ്ട് കൂൾ ഓഫ് ടൈമിൽ തന്നെ ഏതാണ് ആ നമ്പർ എന്നുള്ള സൈഡിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അപ്പോൾ ഈ വായിച്ചു നോക്കും. അപ്പോൾ ഇവിടെ ഫ്രൈറ്റ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഫ്രൈറ്റിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ഇനി കൊടുക്കാനുള്ള ഈ 2,000 കൂടി. പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഐറ്റംസ് 2 സ്ഥലത്തേക്ക് നമ്മൾ എഴുതണം. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി, പിന്നെ നമ്മളത് ബാലൻസ് ഷീറ്റിൽ ഇത് കൊടുക്കാനുള്ള അതല്ല ഇനിയും കൊടുക്കാനുള്ള അതെന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റിയാണ്. അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് സി സാലറീസ് പ്രീപെയ്ഡ് ₹5,000. സാലറി 5,000 രൂപ മുൻകൂർ കൊടുത്തിരിക്കുന്നതാണ്. ₹5,000 പ്രീപെയ്ഡ് ആണ്, അതായത് ഈ വർഷത്തെ അല്ല,
വരുന്ന വർഷത്തെയാണ്. അതിപ്പോഴേ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇവിടെ സാലറി അവിടെ സി എന്ന് മാർക്ക് ചെയ്യുക. സാലറി 65,000 കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ 5,000 എന്ന് പറയുന്നത് ഈ വർഷത്തെ അല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം? 5,000 ഈ വർഷത്തെ കണക്കിൽ കാണിക്കരുതല്ലോ. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ പ്രീപേ ചെയ്ത സാലറി ഡിഡക്റ്റ് ചെയ്യുന്നു. ഇനി അതെന്ന് പറയുന്ന ഈ സാലറി നമ്മൾ മുൻകൂർ കൊടുത്തിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അത് നമ്മുടെ അസറ്റല്ലേ ബിസിനസ്സിൻ്റെ, അതായത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, അത് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മുൻകൂർ കൊടുത്തിട്ടിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു അസറ്റാണ് കേട്ടോ. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കൂടി എഴുതണം. നെക്സ്റ്റ് ഡി, ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 10%. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ സൈഡിൽ ഡി എന്ന് കൊടുക്കുക. ഫർണിച്ചറിൻ്റെ വാല്യൂ 15,000 ആണ്. അപ്പോൾ 5% ആണ്, 10% ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ 15,000 ഇൻറ്റു 10/100. അപ്പോൾ 1,500 രൂപ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ ഇനി ഫർണിച്ചറിൻ്റെ വാല്യൂ കാണിക്കുമ്പോൾ ഈ 15,000 നിന്ന് ഡിപ്രീസിയേഷനായി 1,500 കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ബാലൻസ് ഷീറ്റിൽ എഴുതുവാനായിട്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ₹200. എന്താ ഇതിൻ്റെ അർത്ഥം? 200 രൂപ ഇനിയും ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടാനുണ്ടെന്നല്ലേ. ഇനിയും 200 രൂപ കൂടി കിട്ടാനുണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ തന്നെയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതുവരെ കിട്ടിയ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. എവിടെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്? 600 രൂപയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇനിയും കിട്ടാനുള്ള 200 കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് 600, അതിൻ്റെ കൂടെ ഈ 200 കൂടി ആഡ് ചെയ്ത് 800 വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ഈ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും എഴുതണം. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2018 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ നമ്മളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റവും എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അതിലേക്ക് എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എല്ലാം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഫ്രൈറ്റ് എഴുതുമ്പോൾ കണ്ടോ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ചേർത്ത് എഴുതിയിട്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇനി ബാക്കി എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ലോസസും ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോസസ് എന്ന് പറയുന്ന റെൻ്റ് ഉണ്ട്, സാലറി എഴുതുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും കൂടെ ചേർത്തുള്ള എമൗണ്ട് കൊണ്ട് എഴുതിയിട്ട് ഇനി കൊടുക്കാനുള്ള എമൗണ്ട് അതും കൂടി ചേർത്ത് വേണം എഴുതാനായിട്ട്. ഇവിടെ ഈ പ്രിന്റിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ പ്രീപെയ്ഡ് അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് അല്ല ഉണ്ടോ. സാലറി പ്രീപെയ്ഡ് ₹5,000 ആണ്. അപ്പോൾ സാലറിയിൽ നിന്ന് പ്രീപെയ്ഡ് ചെയ്തിരിക്കുന്ന 5,000 ഡിഡക്ട് ചെയ്തിട്ട് 60,000 കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് ഇവിടെ എഴുതിയിരുന്നത്, അതല്ല പ്രീപെയ്ഡ് ആണ് കേട്ടോ. പ്രിന്റിങ് മിസ്റ്റേക്ക് ആണ് വന്നത്. പിന്നെ നെക്സ്റ്റ് ഇൻഷുറൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 15,000 ആണ് ഇവിടെ ഫർണിച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ 10% 1,500. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് 600 ഉണ്ട്. ഇനിയും കിട്ടാനുള്ള അക്രൂഡ് ഇൻട്രസ്റ്റ് 200, അതുകൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2018. അസറ്റ്സും ലയബിലിറ്റീസും അതിലേക്ക് ലിസ്റ്റ് ചെയ്യുക. നമുക്കറിയാം അസറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, കണ്ടോ. അക്രൂഡ് ഇൻട്രസ്റ്റ്, ഇനിയും കിട്ടാനുള്ള ഇൻട്രസ്റ്റ് 200 രൂപ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റായിട്ട് കാണിക്കണം. അതുപോലെ സാലറി പ്രീപേ ചെയ്തിരിക്കുന്നത്, ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂർ അടച്ചിരിക്കുന്നതാണ്, അതെന്ന് പറയുന്നതും എന്താണ്? അസറ്റാണ്. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ഫർണിച്ചറിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ലയബിലിറ്റി സൈഡിൽ ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ഇനിയും കൊടുക്കാനുള്ള ചരക്ക് കൂലി എന്ന് പറയുന്നത് ബാധ്യതയാണ്. സൺഡ്രി ക്രെഡിറ്റർ ബാധ്യതയാണ്. ക്യാപിറ്റലിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആകും.
ഇനി നെക്സ്റ്റ് ആ വർഷം തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നോക്കി ആ വർഷം തന്നെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. A portion of trial balance as on 31st December 2016 is as follows. ഒരു ട്രയൽ ബാലൻസിൻ്റെ ഒരു പോർഷനാണ് താഴെ തന്നിരിക്കുന്നത്. സൺഡ്രി ഡെറ്റേഴ്സ് ₹62,000, ബാഡ് ഡെറ്റ് ₹4,000. അപ്പം 62,000 രൂപയുടെ സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ട്, ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 4,000 ഉണ്ട്. അത്രയും ട്രയൽ ബാലൻസിലെ ഇൻഫോർമേഷൻ. അതിൻ്റെ താഴെ അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നു. ഫർദർ ബാഡ് ഡെറ്റ്സ് ടു ബി റിട്ടേൺ ഓഫ് ₹2,000. ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയ ശേഷം വീണ്ടും ഒരു 2,000 ഫർദർ ബാഡ് ഡെറ്റ് ആയിട്ടുണ്ട് ഈ 2,000. ബി ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അറ്റ് ദ റേറ്റ് 5% ഓൺ ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് പ്രൊവിഷൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഗീവ് ജേർണൽ എൻട്രീസ് ആൻഡ് ഷോ ഹൗ ദീസ് ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. നമ്മളോട് ഇതിൻ്റെ ജേർണൽ എൻട്രി കൊടുക്കാനും ഈ ഐറ്റംസ് എല്ലാം എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതേണ്ടതെന്നും കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി 5 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഫർദർ ബാഡ് ഡെറ്റിനെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്റർ 62,000 ഉണ്ട്. അതിനുശേഷം വീണ്ടും ഇതിനകത്തെ ബാഡ് ഡെറ്റ് 4,000 ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 62,000 തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഫർദർ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം. നമുക്കറിയാം ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ലോസാണ്. എക്സ്പെൻസസും ലോസസും ഇൻക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഈ ബാഡ് ഡെറ്റ് വീണ്ടും വന്നിട്ടുള്ള ഈ ബാഡ് ഡെറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാഡ് ഡെറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അവിടെ അത്രയും തുക ബാഡ് ഡെറ്റ് ആകുമ്പോൾ സൺഡ്രി ഡെറ്ററിൽ നിന്ന് 2,000 രൂപ വീണ്ടും ബാഡ് ഡെറ്റ് ആകുമ്പോൾ 2,000 രൂപയ്ക്ക് സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അസറ്റ് ഡിക്രീസ് ചെയ്തെന്നാൽ ആ അസറ്റിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എങ്ങനെ വരണം? ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ്, അതായത് ഫർദർ ബാഡ് ഡെറ്റ് വന്നേ. അപ്പോൾ ഫർദർ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ് നരേഷനും കൊടുക്കുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രി. നമുക്കറിയാം ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത് അല്ലേ. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ് എന്ന് വരണ്ടേ, എന്നാലല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം ബാഡ് ഡെറ്റിനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 6,000. എങ്ങനെയാണ് 6,000 വരുന്നത്? നേരത്തെ 4,000 അതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുമല്ലോ. അതും പിന്നെ ഫർദർ ബാഡ് ഡെറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് 6,000 ടു ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് 6,000. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, ഇവിടെ പ്രൊവിഷൻ തന്ന 5% ആണെന്ന് തന്നിട്ടുണ്ട് സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ. അപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്ററിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസിൽ 62,000 ആണ്. പക്ഷേ നിലവിൽ 62,000 ഇല്ല സൺഡ്രി ഡെറ്റേഴ്സ്. കാരണം എന്താ? ട്രയൽ ബാലൻസ് തയ്യാറാക്കിയ ശേഷം വീണ്ടും ഒരു 2,000 ഫർദർ ബാഡ് ഡെറ്റായി. അപ്പോൾ ഈ 62,000 നിന്ന് 2,000 ഡിഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ 5% വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്രയാണ്? 60,000ൻ്റെ 5%. അപ്പോൾ എത്രയാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞത്? 3,000 ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അക്കൗണ്ട് 3,000 എന്ന് എൻട്രി കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എൻട്രി സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇതെങ്ങനെ ഫൈനൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യണമെന്ന് കാണിക്കണം. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ അകത്തെ ബാഡ് ഡെറ്റ് 4,000 ഉണ്ട്. ആ ബാഡ് ഡെറ്റ് 4,000 അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യുന്നു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യുന്നു. ഇത്രയും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സ് 62,000 ആണ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്, അത് എഴുതുന്നു. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് ആയ 2,000 ഡിഡക്റ്റ് ചെയ്യണം. ഈ ന്യൂ പ്രൊവിഷൻ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള പ്രൊവിഷൻ എന്താണ്? ന്യൂ പ്രൊവിഷനാണ്. ആ ന്യൂ പ്രൊവിഷന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. എങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്? ഇനി 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ₹6,000 വാസ് പെയ്ഡ് ഫോർ എ പീരിയഡ് ഓഫ് 1 year on 1st April 2015.
2015 ഏപ്രിൽ 1 ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം 6000 രൂപയാണ്. അത് അടച്ച ഡേറ്റ് 2015 ഏപ്രിൽ 1. ഈ 6000 എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയമാണ് കേട്ടോ. ഒരു വർഷത്തെ ഇൻഷുറൻസ് തുകയായ 6000 രൂപ ഏപ്രിൽ 1, 2015 അടച്ചു. How the transaction will be treated while preparing financial statements for the year ending 31st December 2015. ഈ ട്രാൻസാക്ഷൻ ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ, അതായത് 31/12/2015 എൻഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ എഴുതുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 31st December 2015 ആണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരംഭിക്കുന്നത് എന്നാണ്? 1st January 2015. ഇപ്പം ജനുവരി 2015 തൊട്ട് ഡിസംബർ 2015 വരെയാണ് ഈ ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ അക്കൗണ്ടിങ് ഇയറിൽ ഈ ഇൻഷുറൻസ് പ്രീമിയം അടച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1st April 2015 ആണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ഇനി ഈ അപ്പോൾ ഇത് ഒരു വർഷത്തെയാണ്. അതായത് ഏപ്രിൽ 1, 2015 തൊട്ട് 31/3/2016 വരെയുള്ള ഇത്രയും കാലയളവിലെ ഇൻഷുറൻസ് ആണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് എൻഡ് ചെയ്യും? 31/12 ഡിസംബർ 31 എൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ 2015 ആണ്. അപ്പോൾ അതായത് ഇവിടെ ഈ ഏപ്രിൽ 1 തൊട്ട് ഈ ഡിസംബർ 31 വരെ എത്ര മാസമുണ്ട് നോക്കിക്കേ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 9 മാസത്തെയാണ് ഈ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടച്ചതായിട്ട് 9 മാസത്തെ അടച്ചതായിട്ട് വേണം നമ്മൾ കാണിക്കാനായിട്ട്. അതായത് നമ്പർ ഓഫ് മന്ത് ബിറ്റ്വീൻ ദീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 9 months ആണ്. 9 months. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 1 year പ്രീമിയം 6000 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 9 മാസത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? 6000 × 9/12. അപ്പോൾ എത്ര വരും? 4500. അതായത് ഈ കാലയളവിലെ, അതായത് ഈ ഏപ്രിൽ 1 അടച്ചത് അതെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 31 ഡിസംബറിൽ എൻഡ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം അത്രയും എത്ര രൂപയെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? 4500. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6000 അടച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഈ 1500, അതായത് 6000-ൽ നിന്ന് 4500 കുറച്ചിട്ട് ബാക്കിയുള്ള 1500 എന്ന് പറയുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് ഇയർലി ആണ് അല്ലേ? അതായത് പ്രീപെയ്ഡ് ആണ്. അപ്പോൾ 1500 ഇതിൽ എന്താണ്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. കാരണം എന്താ? ഇത് നമ്മൾ 9 മാസത്തെയാണ് നമ്മൾ ഈ ഇയറിൽ എടുക്കാവുള്ളൂ. കാരണം ഡിസംബറിൽ ഇത് എൻഡ് ചെയ്തു. ഈ അടച്ച ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഏപ്രിൽ 2015 തൊട്ട് മാർച്ച് 2016 വരെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ ഡിസംബറിൽ തീരുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുന്നത് 9 months ഉള്ളൂ. അപ്പോൾ നമ്മൾ 9 months കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4500. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ കണക്കിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് ആയിട്ട് 4500 കാണിക്കാവുള്ളൂ. ഈ 1500 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെയാണ്. അതായത് അത്രയും തുക പ്രീപേ ചെയ്തിട്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെ എഴുതേണ്ടതെന്നും കൂടി ഒന്ന് കാണിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അതിൽ ഇൻഷുറൻസ് പ്രീമിയം ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 6000 ആണ് അല്ലേ? അത് ഇന്നർ കോളത്തിൽ കൊടുക്കണം. കാരണം അത് ഫുള്ള് ഈ വർഷത്തെ അല്ല. അതിൽ 1500 എന്ന് പറയുന്നത് പ്രീപെയ്ഡ് ആണ്, നെക്സ്റ്റ് ഇയറിലാണ്. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണ് കാണിക്കാവുള്ളൂ? ഈ വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് 4500 ആണ്. അത് വേണം എമൗണ്ട് കോളത്തിൽ കാണിക്കാൻ. ഇനി ഈ പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 1500 പ്രീപെയ്ഡ് ഉണ്ട്. ആ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ ആസറ്റ് സൈഡിലും കാണിക്കണം 1500. എങ്ങനെ? ഇപ്പം നമ്മൾ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.